എല്ലാ നല്ലവരായ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നിക്ഷേപകരുടെ കേസ് നിറച്ച് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയരുകയാണ്, അല്ലെങ്കിൽ കുതിച്ചുയരുകയാണ് നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണി. അപ്പോൾ തിങ്കളാഴ്ച ഓഹരി വിപണി വലിയ കഴിഞ്ഞ തിങ്കളാഴ്ച കുതിപ്പുണ്ടാക്കിയ ഓഹരികളിൽ ഒന്നാണ് സുസ്ലോൺ എനർജി ഈ ഓഹരി വരും ദിവസങ്ങളിലും മുന്നേറ്റം തുടരുമെന്നാണ് മാർക്കറ്റ് വിദഗ്ധരുടെ ഒരു വിലയിരുത്തൽ. ഞാനൊരു സ്റ്റോക്ക് മാർക്കറ്റ് റിസർച്ച് അനലിസ്റ്റ് അല്ല, പക്ഷെ ഇതുപോലെ നല്ല സ്റ്റോക്കുകൾ ഏതൊക്കെ ബ്രോക്കേഴ്സ് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഇത് എൻ്റെതായ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ടിപ്പ് അല്ല. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്കിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടേതായ ഒരു അനലൈസേഷൻ എത്തുകയോ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രോക്കറുമായോ സംസാരിച്ചതിന് ശേഷം മാത്രമേ ഈ സ്റ്റോക്കിൽ ഒരു ബൈ അല്ലെങ്കിൽ സെൽ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്ന് വിനീതമായി ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച ഈ സുസ്ലോൺ എനർജി ഏകദേശം 11% ഉയർന്നു. അതായത് 61 രൂപ വരെ പോയിട്ട് പിന്നെ അവസാനം ക്ലോസ് ചെയ്തത് 60 രൂപ 30 പൈസയിലാണ്. അതുകൂടാതെ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിൽ എടുത്തു നോക്കിയാൽ ഈ സുസ്ലോൺ എനർജിയുടെ ഓഹരികളിൽ നല്ല ക്രമാതീതമായ വർധന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഏപ്രിൽ മാസം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ഏകദേശം 7% വരെ ഇത് മുന്നേറിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ മാർച്ച് മാസത്തിൽ അത് ഏകദേശം 21% ഉയർന്നിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് ലോങ് ടേമിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തെ കാലയളവ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 50% മുകളിലാണ് അതിൻ്റെ വളർച്ച ഉണ്ടായിട്ടുള്ളത്. 2024 സെപ്റ്റംബർ 12 52 ആഴ്ചയിലെ ഉയർന്ന നിലവാരം ആയ 86 രൂപ ഈ സ്റ്റോക്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കഴിഞ്ഞ വർഷം മെയ് 13 52 ആഴ്ചയിലെ താഴ്ന്ന നിലവാരമായ 37 രൂപയും ഈ സ്റ്റോക്ക് ടച്ച് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ചയിലെ ഈ കുതിപ്പിന് ഒന്നിൽ കൂടുതൽ കാരണങ്ങളാണ് മാർക്കറ്റിൽ നിന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ സൺഷൂർ എഞ്ചിനീയറിംഗിൽ നിന്ന് 100 മെഗാവാട്ട് EPC കാറ്റാടി വൈദ്യുതി അതിൻ്റെ ഒരു ഓർഡർ ഈ കമ്പനി നേടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓഹരിയിൽ കുതിപ്പുണ്ടാവാനായിട്ട് ഒരു കാരണം. മഹാരാഷ്ട്രയിലെ ജാത്ത് മേഖലയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കരാർ പ്രകാരം 2.1 മെഗാവാട്ട് ശേഷിയുള്ള ഹൈബ്രിഡ് ലാറ്റിസ് ടവറുകൾ ഉപയോഗിച്ച് 48 അത്യാധുനിക S120 കാറ്റാടി ജനറേറ്ററുകൾ സുസ്ലോൺ വിതരണം ചെയ്യും. അപ്പൊ അതിന് ഓരോന്നിനും 2.1 മെഗാവാട്ട് ശേഷിയാണ് ഉള്ളത്. കാറ്റാടി ടർബൈനുകൾ വിതരണം ചെയ്യുകയും ഉപകരണങ്ങളുടെ ഇൻസ്റ്റാലേഷൻ മേൽനോട്ടം വഹിക്കുകയും ആ പദ്ധതി നടപ്പിലാക്കുകയും കമ്പനി ചെയ്യും. അതുകൂടാതെ മണി കൺട്രോളിന്റെ മറ്റൊരു റിപ്പോർട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാരണം അതായത് പുനരുപയോഗ ഊർജ മന്ത്രാലയം രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിദേശ വിൻഡ് ടർബൈൻ നിർമ്മാതാക്കൾ അത് പ്രധാന ഉപകരണങ്ങളുടെ ഉൽപാദനവും അതിന്റെ വിതരണവും ഇന്ത്യയിൽ വെച്ചു തന്നെ നടത്തണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അനുഭാവപൂർവം ഈ നിർദ്ദേശം പെടാനായിട്ടാണ് സാധ്യത. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആഭ്യന്തര വിപണിയിൽ കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന ചൈനീസ് കമ്പനികളെ നിയന്ത്രിക്കുന്ന ഭാഗമായിട്ടാണ് ഈ നിർദ്ദേശം കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ളത്. ഈ നിർദ്ദേശം നടപ്പാക്കാൻ തീരുമാനിച്ചാൽ സുസ്ലോൺ ഉൾപ്പെടെയുള്ള കുറച്ച് ഓഹരികൾക്ക് ഇത് അനുകൂല സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് സുസ്ലോൺ ഓഹരിയുടെ സമീപ ഭാവിയിലേക്കുള്ള വിശകലനത്തെ കുറിച്ച് നമ്മൾ നോക്കേണ്ടത്. ആഗോളതലത്തിൽ ഏകദേശം 13,000-ഓളം വിൻഡ് ടർബൈൻ ജനറേറ്ററുകൾ സ്ഥാപിക്കുകയും ഇതുവഴി ഏകദേശം 21,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനം ഇതിനോടകം സുസ്ലോൺ സാധ്യമാക്കിയിട്ടുണ്ട്. ഏകദേശം 81,700 കോടി രൂപയാണ് സുസ്ലോൺ എനർജിയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം. പ്രൊമോട്ടർമാരുടെ കൈവശം വളരെ കുറച്ച് ഓഹരികൾ ഉള്ളതാനും, പക്ഷെ 13% ഓഹരികളിന്റെ അടുത്ത അവരുടെ കയ്യിലുള്ളൂ. വിദേശ നിക്ഷേപകരുടെ അവരിൽ ഏകദേശം 22%, നമ്മുടെ റീറ്റെയിൽ നിക്ഷേപകരുടെ കയ്യിൽ ഏകദേശം 10% ഓഹരികളാണ് ഇപ്പോൾ നിലവിലെ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഓഹരി മുമ്പിലേക്ക് കുതിക്കാനുള്ള ചില ഘടകങ്ങളെ കുറിച്ച് നമ്മൾ നോക്കുകയാൽ രാജ്യത്തെ പുനരുപയോഗ ഊർജ മേഖലയിൽ കൈവരിച്ച ശ്രദ്ധേയമായ സാന്നിധ്യം അത് സുസ്ലോൺ എനർജിക്ക് കഴിയുന്നുണ്ട്. അവരുടെ ഒരു സാന്നിധ്യം ഈ
സെഗ്മെന്റിൽ. ഈ കഴിഞ്ഞ മാർച്ചിൽ അത് ഏകദേശം 800 മെഗാവാട്ട് ശേഷിയുടെ കരാറ് അവർ നേടിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ അവരുടെ ശേഷി ഏകദേശം 5.5 ജിഗാവാട്ട് വൈദ്യുതിയാണ് മൊത്തത്തിൽ അവരുടെ ഒരു ശേഷി. അതുകൂടാതെ മാർച്ചിൽ ഏകദേശം 447 മെഗാവാട്ടിന്റെ ടർബൈനുകൾ അവർ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് നമ്മുടെ മോർഗൻ സ്റ്റാൻലി സുസ്ലോൺ എനർജിയിൽ ഒരു ബൈ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൈവശമുള്ള കരാറുകൾ സമയബന്ധിതമായി കൈമാറാനുള്ള ശേഷി കമ്പനിക്കുണ്ടെന്നും ഇതിലൂടെ 2027 ആ സാമ്പത്തിക വർഷത്തോടെ ഇന്ത്യയിൽ വിൻഡ് എനർജി സെക്ടറിന്റെ 35 മുതൽ അല്ലെങ്കിൽ 40% വരെ വിപണി വിഹിതം കരസ്ഥമാക്കാൻ സുസ്ലോണിന് കഴിയുമെന്നാണ് മോർഗൻ സ്റ്റാൻലിയുടെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ഡിസംബറിൽ സുസ്ലോൺ എനർജി നേടിയ വരുമാനം ഏകദേശം 2975 കോടി രൂപയായിരുന്നു. ഇതിന്റെ ടെക്നിക്കൽ കണ്ടീഷൻസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഏകദേശം 62 രൂപ നിലവാരത്തിൽ ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ 53 നിലവാരത്തിൽ താഴെ പോയി കഴിഞ്ഞാൽ ഷോർട്ട് ടേം പീരീഡ് ആണ് പറയുന്നത്, അപ്പൊ കുറച്ച് ഡേഞ്ചർ സോൺ ആയിരിക്കും. പക്ഷെ ഒരു ലോങ് ടേം ചാർട്ടിലേക്ക് നമ്മൾ ഒരു വലിയ കാലയളവിലുള്ള ചാർട്ട് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ ചാർട്ടിൽ നമുക്ക് 70 രൂപയിൽ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് കാണാനായിട്ട് സാധിക്കും. പക്ഷെ 70 കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോക്ക് നല്ല റെസിസ്റ്റൻസ് ഒന്നും കാണുന്നില്ല, നല്ല രീതിയിൽ മുകളിലേക്ക് പോകാനും സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ലോങ് ടേമിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 49 നല്ലൊരു സപ്പോർട്ടും നമുക്ക് കാണാനുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സുസ്ലോൺ എനർജിയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. അപ്പൊ വീണ്ടും പറയുന്നു, ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ബ്രോക്കറേജുമായോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തിട്ടോ മാത്രം ഇതിലൊരു എൻട്രി നടത്തുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.